എൻ്റെ ഗഡിയോളെ, തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ സ്നേഹം എന്നാണ് അർത്ഥം. ആ സ്നേഹത്തിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത്. നമ്മുടെ തൃശ്ശൂർ പൂരം എന്നല്ലാട്ടത്. ഈ കാഴ്ച കാണണമെങ്കിൽ തൃശ്ശൂർ മുളങ്കുന്നത്ത് കാവിലെ മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ ഒരു 11 മണി 11:30 ആകുമ്പോൾ വരണം. ഓരോ നാടുകളിൽ നിന്നും ഒരുപാട് അമ്മമാരുടെ കൈകളിൽ വരുന്ന സ്നേഹവും പ്രാർത്ഥനയും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പൊതിച്ചോറാണിത്. ഇത് വാങ്ങാൻ നിൽക്കുന്നവരുണ്ടല്ലോ, രോഗികളാണ്, രോഗികളുടെ കൂട്ടിരിപ്പുകാരാണ്, ഒരു പക്ഷേ വഴിയോരത്ത് ആരും നോക്കാനില്ലാത്തവരാണ്. ഇങ്ങനെയുള്ള എല്ലാവർക്കും ഇവരിങ്ങനെ സ്നേഹത്തോടെ ചിരിച്ച മുഖത്തോടെയാണ് ഈ പൊതിച്ചോറ് കൊടുക്കുന്നത്. ചില വീടുകളിൽ അമ്മമാർ 2 പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുക്കും, വേറെ ചിലർ 5 എണ്ണം കൊടുക്കും, ചിലർ അതിൽ കൂടുതൽ കൊടുക്കും. ഇവിടെ വാങ്ങാൻ വരുന്നവർക്ക് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, മറ്റൊന്നുമില്ല. ഇവിടെ സ്നേഹം മാത്രമേ ഉള്ളൂ. അവശത അനുഭവിക്കുന്നവർക്ക് ഒരു നേരത്തെ അന്നം കൊടുക്കുന്നതിലും വലിയ കാര്യമായിട്ട് വേറെ എന്തുള്ളത്? ഒരു പുണ്യപ്രവൃത്തിയാണത്. എന്നാൽ ഈ പുണ്യപ്രവൃത്തി ഇവിടെ എല്ലാ ദിവസവും നടക്കണം കേട്ടാ. എന്തൊട്ട് ഇതിൻ്റെ സെറ്റപ്പ് എന്ന് പറയണമെങ്കിലേ നമ്മളൊരു യുവജന സംഘടനയെ മനസ്സിലാക്കേണ്ടതുണ്ട്. സംഘടനകൾക്ക് പഞ്ഞുള്ള നാടല്ല നമ്മുടെ തൃശ്ശൂരിൽ നിന്ന്. എന്നാലും ഈ സംഘടന ഇത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ സ്നേഹത്തോടെ പൊതിച്ചോറ് കൊടുക്കുന്നവരേക്ക് നിന്ന് സൂക്ഷിച്ച് നോക്കിയേ, കൂടുതലും ചെറുപ്പക്കാരാണ്, പിന്നെ കാര്യക്ഷമതയുള്ള ചേട്ടന്മാരാണ്, ചേച്ചിമാരാണ്. ഇവരെല്ലാം ഒരേ നാട്ടുകാരാണ്, ഒരു മേഖലാ കമ്മിറ്റിയിൽ നിന്ന് മാത്രം വന്ന ആൾക്കാരാണ്. ഇങ്ങനെ തൃശ്ശൂർ ജില്ലയിൽ 186 മേഖലാ കമ്മിറ്റികളാണ് വർഷത്തിൽ 2 പ്രാവശ്യം വീതം ഇവിടെ വിതരണം ചെയ്യുന്നത്. അപ്പം എങ്ങനെയാ സംഭവം? പൊളിയല്ലേ ഗഡിയോളെ? ഈ കാണുന്ന വലിയ ടെമ്പോയിലെ പെട്ടികളിൽ നിന്ന് ഇത്രമാത്രം പൊതിച്ചോറ് ഇറക്കണമെങ്കിൽ, ഈ കാണുന്ന ജനങ്ങളുടെ മുഴുവൻ ഒരു നേരത്തെങ്കിലും വിശപ്പകറ്റണമെങ്കിൽ എത്ര വീടുകളിൽ എത്ര അമ്മമാർ രാവിലെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, എത്ര തരം രുചിക്കൂട്ടുകൾ ഇതിനുള്ളിൽ അടങ്ങിയിട്ടുണ്ടാവും. ഇത് കിട്ടുന്നവർ അവർക്കൊക്കെ വേണ്ടി ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോഴാണ് ഒരു കൈ സഹായത്തിന് വേണമെന്നുള്ള തോന്നൽ നമുക്കുണ്ടാവുക. അങ്ങനെ തോന്നുമ്പോഴാണ് ഇവരൊക്കെ ഇപ്പോൾ സഹായത്തിന് വരാട്ടാ. ചില ചേട്ടന്മാർ അവരുടെ ഡിക്കി നിറച്ചും ഇങ്ങനെ ചോറും കൊണ്ട് വന്നേക്കണേ. അതൊരു ചെറിയ കാര്യമല്ലല്ലോ. ഇവിടെ ഭക്ഷണം കൊടുക്കാൻ നിൽക്കുന്നവർക്കും ഇങ്ങനെ വാങ്ങാൻ നിൽക്കുന്നവർക്കും ഒരേ മനസ്സാണ് ട്ടാ. വേറൊന്നും കൊണ്ടല്ല, ഒരമ്മ പെറ്റ മക്കളെ പോലെയാണ്. നമ്മളുടെ എല്ലാവരുടെയും ശരീരത്തിൽ ഒരേ രക്തമാണ്. കാലങ്ങളായിട്ട് ഇതിനിങ്ങനെ കൊണ്ടുപോകണമെങ്കിലേ നല്ല കഴിവുള്ള നട്ടെല്ലുറപ്പുള്ള ഒരു സംഘടന വേണം, സ്നേഹമുള്ള മനസ്സ് വേണം. അതിന് 4 അക്ഷരം മാത്രമേ ഉള്ളൂ. ആ സംഘടനയുടെ പേരാണ് DYFI, ചുവന്ന നക്ഷത്രം.